എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നാഗട്ടോയും ഹിറ്റാച്ചിയും അവർ രണ്ടുപേരും അങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ അവരുടെ തൊട്ടു മുൻപിലേക്ക് കില്ലർ ബിയും നമ്മുടെ കുട്ടപ്പനും അവർ ചാടി അങ്ങോട്ട് വീഴും. കുട്ടപ്പനാണെങ്കില് നാഗട്ടോയെയും ഹിറ്റാച്ചിയെയും കണ്ട് വണ്ടറടിക്കും. ഹിറ്റാച്ചി ചോദിക്കും, നിന്റെ ബോഡി എന്താ ആകെ ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നേ? അതിന് കുട്ടപ്പൻ പറയും, ഞാൻ ആ നയൻ ടൈലിനെ അതിനെ കൺട്രോൾ ചെയ്തു. അതിന്റെ നയൻ ടൈൽ പവർ അതിപ്പോ എന്റെ പവറുമായിട്ട് കമ്പൈൻഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു പുതിയ ലുക്ക്. അതിന് കില്ലർ ബി പറയും, ഇത് ഇവന്റെ കഴിവൊന്നും അല്ല, ഇവരിത് മുഴുവൻ ട്രെയിൻ ചെയ്ത് ഇവനെ ഈ പരുവത്തിലാക്കിയത് ഞാനാണ്. നാഗട്ടോ ചോദിക്കും, അപ്പൊ നിന്റെ ബോഡിയിലെ ആ ഹേറ്റ്രഡ് അത് മുഴുവൻ നീ എലിമിനേറ്റ് ചെയ്തോ? കുട്ടപ്പൻ ക്യാഷ്വലായിട്ട് പറയും, അതൊക്കെ ഞാൻ എപ്പോഴേ ഒഴിവാക്കി. അതുകൊണ്ടാണ് എനിക്ക് നയൻ ടൈൽ പവർ എന്റേതായി കിട്ടിയത്. കുട്ടപ്പൻ പറയും, ഈ ഒരു പ്രോസസ്സിൽ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ കണ്ടു. അവരുടെ ഹെൽപ്പിലാണ് ഈ ഒരു നയൻ ടൈലിനെ ഞാൻ എൻ്റെ കൺട്രോളിലാക്കിയത്. കട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോ അവന് ഭയങ്കര സന്തോഷാവും. കാരണം കുട്ടപ്പനെയും ആ എയ്ത്ത് ടൈലിനെയും അവൻ കണ്ടുപിടിച്ചു. അവരെ രണ്ടുപേരെയും എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ മാതുര അവൻ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഹിറ്റാച്ചി അവൻ കാര്യമായിട്ട് കുട്ടപ്പനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയം വലിയൊരു ഫയർ ബോള് അവരുടെ ഇടയിലേക്ക് വന്ന് പൊട്ടി അങ്ങോട്ട് തെറിക്കും. അത് കണ്ട് കില്ലർ ബി അവന്റെ സ്വാമി ഗാർഡ് ഉപയോഗിച്ച് ഇപ്പൊ ഫയർ ബോള് അതിനെ ദൂരേക്ക് തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഹിറ്റാച്ചി അവൻ ചാടി വന്ന് കുട്ടപ്പനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. കില്ലർ ബി വിളിച്ചു പറയും, കുട്ടപ്പ ഓടിക്കോ, അവരെ രണ്ടുപേരെയും മറ്റാരോ ആണ് നിയന്ത്രിക്കുന്നത്. പക്ഷെ കുട്ടപ്പൻ വിട്ടുകൊടുക്കില്ല. അവൻ ഹിറ്റാച്ചിയുടെ കാലിൽ പിടിച്ച് അങ്ങനെ കറക്കി നിലത്തടിക്കും. അപ്പോഴായിരിക്കും നാഗട്ടോ അവനിപ്പോ കുട്ടപ്പനോട് പറയാ, സാസുക അവനിപ്പോ നിങ്ങളുടെ ലീഫ് വില്ലേജ് അത് നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഹിറ്റാച്ചി ലീഫ് വില്ലേജിന് വേണ്ടിയാണ് അവരുടെ ക്ലാൻ നശിപ്പിച്ചത് എന്നുള്ള കാര്യം സാസുക അറിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ലീഫ് വില്ലേജുകാര് സാസുകയുടെ ശത്രുവാണ്. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി അങ്ങനെ നിൽക്കും. ഹിറ്റാച്ചിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങള് കുട്ടപ്പനോട് പറയണമെന്നുണ്ട്. പക്ഷെ കബൂട്ടോ ഇപ്പോ ഹിറ്റാച്ചിയെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കുട്ടപ്പനുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹിറ്റാച്ചി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ കുട്ടപ്പനോട് പറയും, നീ അറിഞ്ഞ കാര്യങ്ങള് അതൊരു കാരണവശാലും മറ്റാരും അറിയരുത്. അങ്ങനെ അറിഞ്ഞ ഉച്ചിക ക്ലാനോടുള്ള റെസ്പെക്ട് അതെല്ലാവർക്കും നഷ്ടപ്പെട്ടു പോവും. നാഗട്ടോ പറയും, കുട്ടപ്പ ഓടിക്കോ, എന്റെ കൺട്രോള് അതെന്റെ നഷ്ടപ്പെടുകയാണ്. ഹിറ്റാച്ചി പറയും, ദയവ് ചെയ്ത് നീ സാസുകയെ തടയണം. കുട്ടപ്പ നിന്നെ കൊണ്ട് മാത്രമേ ഇനി അതിന് കഴിയുമെന്ന് പറയുമ്പോഴേക്കും നാഗട്ടോ അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആ ഡബിൾ ഹെഡഡ് ആനിമലിനെയും മറ്റൊരു ക്രീച്ചറിനെയും അവൻ ക്രിയേറ്റ് ചെയ്യും. കുട്ടപ്പന്റെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. കാരണം ആ ഡബിൾ ഹെഡഡ് ആനിമല് അത് ഉറപ്പായിട്ടും ഭയങ്കര ക്രൂവലായിരിക്കും. അതിനെ കാണുമ്പോൾ തന്നെ ഇപ്പൊ കുട്ടപ്പന് കുറച്ച് ടെൻഷനാവും. അതേസമയം ഹിറ്റാച്ചി അവനിപ്പോ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് കില്ലർ ബിയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കറക്റ്റ് ആയിട്ട് കില്ലർ ബി അവനെ കണ്ടുപിടിക്കും. ഹിറ്റാച്ചി ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ അവരോട് പറയുന്നുണ്ട്. പക്ഷെ അവന്റെ ബോഡി മാത്രം അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാനാവില്ല. ഹിറ്റാച്ചി ഫയർ പവർ അതിപ്പോ കില്ലർ ബിക്ക് നേരെ പൊറഞ്ചു എറിയും. പക്ഷെ എയ്ത്ത് ടൈൽ പവർ ഉപയോഗിച്ച് അവന്റെ ഓരോ ഫയർ പവറും ഈസി ആയിട്ട് കില്ലർ ബി തടയും. അതിനുശേഷം അവന്റെ എയ്ത്ത് ടൈലിലെ ടെൻഡിക്കിൾസ് അതുപയോഗിച്ച് ഹിറ്റാച്ചിയെ ലോക്ക് ചെയ്യും. ഹിറ്റാച്ചി കില്ലർ ബിയോട് പറയും, നീ ദയവ് ചെയ്ത് എന്റെ കണ്ണിലേക്ക് നോക്കരുത്. പക്ഷെ അപ്പോഴേക്കും കില്ലർ ബി അവന്റെ കണ്ണിലേക്ക് നോക്കി ആ ഗെഞ്ചിപ്സൂലേക്ക് വീണുപോകും. അത് മനസ്സിലാക്കിയ അവന്റെ എയ്ത്ത് ടൈല് അത് കില്ലർ ബിക്കൊരു തട്ട് കൊടുക്കും. ആ ഒരു തട്ട് കെട്ടി കില്ലർ ബി അവൻ വീണ്ടും ഇപ്പൊ റിയൽ വേൾഡിലേക്ക് വരും. കില്ലർ ബിക്ക് കളി ഇളകി ഇപ്പൊ ഒരുപാട് സ്ക്വാഡ് കയ്യിലെടുക്കും. എന്നിട്ട് പൊറഞ്ചം ഹിറ്റാച്ചിയെ വെട്ടാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. മറ്റൊരു ഭാഗത്ത് അവൻ നയൻത്ത് ടൈൽ ഫീസ്റ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്ത് ആ ടു ഫേസ് ആനിമലിനെ അതിനെ അപ്പാടെ തകർക്കുവാണ്. അതിനെ അപ്പാടെ അവിടെ വെച്ച് തകർക്കാണ്. ഹിറ്റാച്ചി ആണെങ്കിൽ ഇപ്പൊ കില്ലർ ബിയെ തട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് ഓടി കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. ഹിറ്റാച്ചി അവന്റെ മങ്കിക്യൂ ശരിങ്ങം കണ്ണ് അത് വെച്ച് കുട്ടപ്പനെ നോക്കും. ഉടനെ കുട്ടപ്പന്റെ വായിൽ നിന്ന് ഇപ്പൊ ഒരു കാക്ക പുറത്തേക്ക് വരും. അതിന്റെ കണ്ണ് അത് സാക്ഷാൽ ശരീങ്കം കണ്ണ്. കുട്ടപ്പനും കില്ലർ ബിയും അവർ രണ്ടുപേരും അങ്ങനെ ഷോക്കാവും. ഈ കാക്ക എങ്ങനെ എന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നെന്ന് പറഞ്ഞ് കുട്ടപ്പൻ അതിനെ നോക്കി നിൽക്കും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം.
അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കുട്ടപ്പൻ അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഹിറ്റാച്ചിയും നറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാണ്. കുട്ടപ്പൻ ചോദിക്കും, എന്റെ സാസുക അവൻ എവിടെ? അതിന് ഹിറ്റാച്ചി ചോദിക്കും, നീ എന്തിനാ വെറുതെ അവന്റെ പിന്നാലെ പോകുന്നേ? കുട്ടപ്പൻ പറയും, സാസുക എന്റെ ബ്രദറാണ്. അതിന് ഹിറ്റാച്ചി അവൻ പറയും, നീ എന്തൊക്കെ പറഞ്ഞിട്ടും ഇനി ഒരു പ്രയോജനവുമില്ല. സാസുകയെ നിനക്ക് തിരികെ കിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്താണ് ഇപ്പൊ അവന്റെ ചിന്താഗതി. അവൻ ഒരുപക്ഷെ നിങ്ങളുടെ ലീഫ് വില്ലേജിനെ തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് കുട്ടപ്പൻ ചോദിക്കും, സാസുക എന്തിന് ലീഫ് വില്ലേജിനെ അറ്റാക്ക് ചെയ്യണം? അതിന് ഹിറ്റാച്ചി ചിരിക്കും. ഹിറ്റാച്ചി പറയും, സാസുക അവൻ വളരെ സെൻസിറ്റീവ് ആണ്. ആർക്ക് വേണമെങ്കിലും അവനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപക്ഷെ സാസുക അവൻ നിങ്ങളുടെ ഗ്രാമം അത് നശിപ്പിക്കാൻ വരികയാണെങ്കിൽ നീ അവനെ കൊല്ലോ? കുട്ടപ്പനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവനങ്ങനെ ഷോക്കായി നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. അപ്പൊ കുട്ടപ്പൻ അവന് മനസ്സിലാവും അന്നാണ് ആദ്യമായിട്ട് ആ കാക്കയെ കുട്ടപ്പന്റെ വായിലേക്ക് ഹിറ്റാച്ചി അയച്ചത്. അത് ഹിറ്റാച്ചിയുടെ പവറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നാഗട്ടോ അവൻ നിലവിളിച്ചു പറയും, കുട്ടപ്പ ഓടിക്കോ, ഹിറ്റാച്ചി ആമത്രാസ് ഫയർ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞു. അത് കണ്ട് കില്ലർ ബി ഒരു സ്ക്വാഡ് അത് ഹിറ്റാച്ചിക്ക് നേരെ വലിച്ചെറിയും. കത്തി കണ്ട് മുഖം വെട്ടിത്തിരിക്കും ഹിറ്റാച്ചി. ആ ഗ്യാപ്പില് ആമത്രാസ് ഫയർ അതാ സമറിന് ആനിമലിന്റെ മേലെ വീണ് അത് കത്താൻ തുടങ്ങും. മാത്രമല്ല കുട്ടപ്പന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു കാക്ക അതങ്ങനെ പറന്നു വന്ന് ഇപ്പൊ കുട്ടപ്പന്റെ ഷോൾഡറിലിരിക്കും. അതേസമയം ഇവിടെ കബൂട്ടോ അവന് മനസ്സിലാവും എന്തോ ഒരു കാര്യം ഇൻഡിഫറന്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ടെന്ന്. അപ്പോഴായിരിക്കും അടുത്തൊരു ട്വിസ്റ്റ്. ഹിറ്റാച്ചി അവൻ ആ റീആനിമേഷൻ ജിപ്സു അത് ബ്രേക്ക് ചെയ്യും. കബൂട്ടോ ഷോക്കാവും. ഞാൻ ഹിറ്റാച്ചിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, പക്ഷെ അവൻ വളരെ എളുപ്പത്തില് എന്റെ സീലിംഗ് ജിപ്സു അത് ബ്രേക്ക് ചെയ്തു. അതേസമയം ഹിറ്റാച്ചി അവൻ അമത്തറാസ് ഫയർ അതിപ്പോ നാഗട്ടോയുടെ ബോഡിയിലേക്കും വലിച്ചെറിയും. തീ കത്തി ഇപ്പൊ നാഗട്ടോ അവൻ താഴെ വീണ് കത്താൻ തുടങ്ങും. ഹിറ്റാച്ചി അവൻ കുട്ടപ്പനോട് പറയും, ഇനി നീ പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കൺട്രോളിംഗ് ജിപ്സു അത് ബ്രേക്കായി. ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം പവറിലാണ് മൂവ് ചെയ്യുന്നത്. ഹിറ്റാച്ചി പറയും, ഞാനാണ് CC ഉച്ചിഹ. നിനക്ക് ഞാൻ തന്ന ആ ഒരു കാക്കയില് എന്റെ സ്വന്തം ശരീരം കണ്ണാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കുട്ടപ്പനാണെങ്കില് CC ഉച്ചിഹ അതെന്താണെന്ന് മനസ്സിലാവില്ല. അതിന് കില്ലർ ബി പറയും, ഉച്ചിഹ ക്ലാനിൽ വെച്ച് ഏറ്റവും പവർ ഉള്ളവരെയാണ് CC ഉച്ചിഹ എന്ന് വിളിക്കുക. ഹിറ്റാച്ചി പറയും, ആ ഒരു CC കണ്ണ് അതാണ് ഞാൻ കാക്കയുടെ കണ്ണില് ഫിക്സ് ചെയ്തത്. അതുപയോഗിച്ച് ആരെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം, എന്തു വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരുപാട് കമാൻഡുകൾ ആ കാക്കയ്ക്ക് കൊടുത്തിരുന്നു. അതനുസരിച്ച് അത് കറക്റ്റായിട്ട് ആ കണ്ണിനെ പ്രവർത്തിപ്പിക്കും. ഈ ഒരു കണ്ണുപയോഗിച്ചാണ് ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിച്ചത്. ആക്ച്വലി ഞങ്ങളുടെ ഗ്രാമത്തിലെ CC ഉച്ചിഹ അവനാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. CC ഉച്ചിഹ അവൻ ഈ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് മരണം അടഞ്ഞു. ആ ഒരു മരണത്തില് എല്ലാവരും എന്നെയാണ് സംശയിച്ചത്. പക്ഷെ അവന്റെ ഒരു കണ്ണ് അതാ ഡാസോ അവൻ മോഷ്ടിച്ചു. പക്ഷെ ലെഫ്റ്റ് കണ്ണ് അതവൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. അത് ആക്ച്വലി അവൻ മാറ്റി വെച്ചത് ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു കണ്ണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. നറൂട്ടോ, നിന്നെ കൊണ്ട് മാത്രമേ ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയൂ. നീയാണ് സാസുകയെ സ്വന്തം ബ്രദറായി കണ്ടത്. സാസുകയെ തടയാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. സാസുകയുടെ അടുത്ത് ഇപ്പൊ എന്റെ മങ്കിക്കു ശരീരം കണ്ണുണ്ട്. പക്ഷേ അവനത് ലീഫ് വില്ലേജ് തകർക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാക്ക അത് ആക്ടിവേറ്റ് ആയി CC ഉച്ചിഹ കണ്ണ് അതുപയോഗിച്ച് സാസുകയെ തടയും. അതെല്ലാം കേട്ട് ഇപ്പൊ നറൂട്ടോ ഹിറ്റാച്ചിയോട് പറയും, നീ എന്നെ ഇത്രയും വിശ്വസിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇനി നിനക്ക് സമാധാനമായിട്ടിരിക്കാം. ലീഫ് വില്ലേജിന് വേണ്ടി നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനി ലീഫ് വില്ലേജിന് ഒരു പോറൽ പോലും പറ്റാതെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ സാസുകയെയും. അതിന് ഹിറ്റാച്ചി ചിരിക്കും. ഹിറ്റാച്ചി പറയും, എന്റെ ബ്രദർ വളരെ ലക്കിയാണ്. അതുകൊണ്ടാണ് നിന്നെപ്പോലെ നല്ലൊരു ഫ്രണ്ടിനെ അവനിപ്പോ ലഭിച്ചത്. കട്ട് ചെയ്താ ഇവിടെ നാഗട്ടോ അവൻ വീണ്ടും ഇപ്പൊ റീആനിമേറ്റഡ് ആയി അവിടേക്ക് വരും. നാഗട്ടോ ചാടി വന്ന് ഇപ്പൊ ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്യുക കില്ലർ ബി ആയിരിക്കും. കില്ലർ ബി അവന്റെ 8th ടൈൽ ഉപയോഗിച്ച് അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് നാഗട്ടോയെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നാഗട്ടോ ആണെങ്കിൽ ഇപ്പൊ കില്ലർ ബിയുടെ പവർ അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് കുട്ടപ്പൻ അവൻ ടെൻഷനായി കില്ലർ ബിയെ രക്ഷിക്കാനായി അവന്റെ അടുത്തേക്ക് എത്തും. അതേസമയം മറ്റാരോ ഇപ്പൊ കുട്ടപ്പനെ അവനെ പിടിച്ചു വലിച്ച് ഇപ്പൊ ലോക്ക് ചെയ്യും. അത് കണ്ട് നാഗട്ടോ അവൻ അങ്ങനെ തിരിച്ചു വന്ന്
കുട്ടപ്പന്റെ സോള് അത് അബ്സോർബ് ചെയ്തെടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.